ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പാർട്ട്ണറുടെ കൂടെ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ 2 കാര്യം പറയാം. ഒന്നാമത്തേത്, നിങ്ങൾ ഇത്തരത്തിൽ ഇവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഒന്നും എതിർത്ത് സംസാരിക്കാതിരിക്കുക എന്നതാണ്. അപ്പോൾ നീ ഒരുപാട് കാലമായില്ലേ നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നാൽ നീ അങ്ങ് പോയി ചെയ്ത്, എനിക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ നീ അതൊന്ന് ചെയ്ത് കാണിച്ചേ, എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ അങ്ങ് പോയി തന്നാൽ മതി, നീ ഇങ്ങനെ ചെയ്തിട്ടോ അല്ലാണ്ടോ എങ്ങനെയായാലും എന്തായാലും വേണ്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ആർഗ്യുമെൻ്റ് അവിടെ നടത്താതിരിക്കുക എന്നുള്ളതാണ്. ഇനി 2ാമത്തെ കാര്യം, അവർ ഒരു പക്ഷേ ഞാൻ പറയുന്നത് സീരിയസ് ആണ്, അല്ലെങ്കിൽ നിന്നോട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുണ്ടായിട്ടാണ്, ഞാൻ പറയുന്നത് അത്രയ്ക്കും സത്യമായിട്ടാണ് എന്ന് കാണിക്കാൻ, അതൊന്നും അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കും അവരിതിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അവരങ്ങനെ ചെയ്യാനും മടിക്കില്ല. അവരങ്ങനെ ചെയ്യുമോ എന്നുള്ളതിൽ നിങ്ങൾക്ക് അത്ര ഉറപ്പില്ലെങ്കിൽ പോലും നിങ്ങളത് കൺസേൺ അതോറിറ്റിയെ അറിയിക്കുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ അവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൂയിസൈഡൽ പ്രിവെൻഷൻ സെല്ലിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളും അവരെയും അറിയുന്ന ക്ലോസ് ആയിട്ടുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള മറ്റാരെങ്കിലും, അല്ലെങ്കിൽ അവരുടെ പക്ഷേ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, അവരെ അറിയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരക്കാരെ ഇവരെപ്പോഴും ഇങ്ങനെയൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കില്ലല്ലോ, അവരും നല്ല രീതിയിലായിരിക്കുന്ന സമയമുണ്ടായിരിക്കും. അത്തരം സമയങ്ങളിൽ അവരോട് വളരെ ക്ലിയറായി എമ്പതിയോടുകൂടി കാര്യം തുറന്ന് പറയുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ റിലേഷൻഷിപ്പ് എനിക്കൊരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, നിൻ്റെ ഒരു ഇമോഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ. ഒരു പക്ഷേ ഇത്തരത്തിൽ സൂയിസൈഡ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഒരു പക്ഷേ അവരുടെ പേഴ്സണാലിറ്റി തന്നെ അതുപോലെയുള്ളതായിരിക്കാം, അതും അല്ലെങ്കിൽ മറ്റ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അവർക്കുണ്ടായിരിക്കാം, ഒരു പക്ഷേ അവരുടെ പഴയ കാലത്തുള്ള മോശം എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അപ്പോഴുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണവും അവരിതുപോലെയുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുത്താലോ എന്നുള്ള രീതിയിൽ അവരെ അവെയറാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത്. ഒരു പക്ഷേ അവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല എങ്കിൽ എപ്പോഴും ഗിൽറ്റും പണിഷ്മെൻറ്റും ഓവർ കൺട്രോളും ഒക്കെ തന്നെയാണ് ആ ഒരു ബന്ധത്തിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം ബന്ധങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഓരോ വ്യക്തിയുടെയും ജീവൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. നിങ്ങളും ഇത്തരം ബന്ധങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ഒരിക്കലും മറക്കാതിരിക്കുക. നമ്മളൊരു ബന്ധമാണ് വേണ്ടാന്ന് വെക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയെ അല്ല.